ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം ഇവർക്ക് തന്നെ ഡോക്കറിനുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഇവരെ ഇമേജ്. ഓക്കെ, ആ ഇവൻ അങ്ങ് കട്ട് ചെയ്യാം. കോപ്പി ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്തെടുക്കാം, സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. ഫസ്റ്റ് ഇരിക്കട്ടെ. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു? ആർക്കിടെക്ചർ അല്ലേ? ആ, എന്നിട്ട് എന്ത് മനസ്സിലാക്കും? പറഞ്ഞോ, മനസ്സിലായതൊക്കെ പറഞ്ഞു. നമ്മളെ ഡോക്കർ ബിൽഡ് ഫുള്ള് റൺ ചെയ്തതിന് ശേഷം ഡോക്കർ ഹോസ്റ്റിലെ എടുക്കാൻ. അതായത് നമ്മളെ കണ്ടിൽ ഇത് 3 മെഷീൻ ഉണ്ടെന്നാണല്ലേ? പക്ഷെ അങ്ങനെയല്ല. തരം തന്നെ 3 PC ഉണ്ടെന്നല്ലേ ഉദ്ദേശിക്കുന്നത് നമ്മളിത്? 3 സെർവർ ഉണ്ടെന്നല്ലേ ഉദ്ദേശിക്കുന്നേ? അതെ, ഓക്കെ ഓക്കെ. 3 സെർവർ ഇല്ല, സെർവറേ ഉള്ളൂ. നിങ്ങൾ പറയും അല്ലേ? അതെ, ശരി. ഞാനിപ്പോ എന്റെ ഡോക്കർ സർവീസ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. എക്സാമ്പിൾ ആണ്. ഞാൻ ഈ ഒരു മെഷീൻ ഉബുണ്ടു ആകാം, ലൈനക്സ് ആകാം, വിൻഡോസ് ആകാം, ഏതെങ്കിലും മെഷീൻ ആയിക്കോട്ടെ. ഞാൻ അവിടെ എന്ത് ചെയ്തു? എന്റെ ഡോക്കർ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തു. ഡോക്കർ സർവീസ് നമ്മൾ ആ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്കറിൽ വരുന്ന ബൈ ഡിഫാൾട്ട് ആയിട്ട് വരുന്ന എന്താണ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഡോക്കർ ഡീമോനാണ്. ഡോക്കർ ഡീമോൻ. ഓക്കെ, അതൊരിക്കലും മറന്നു പോകരുത്. ഡോക്കർ ഡീമോൻ. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ടുള്ള സർവീസ് ആണ്. ഡിഫോൾട്ടുള്ള സർവീസ് ആണ്. ഈ സർവീസ് ആണ് ആക്ച്വലി നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഈ ഡോക്കർ ഡീമോനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്കർ സെർവറിന്റെ ഹാർട്ടാണ് ഡോക്കർ ഡീമോൻ. ഡോക്കർ ഡീമോൻ ആണ് നമ്മൾക്ക് അങ്ങോട്ടുള്ള എല്ലാ ഫങ്ഷണാലിറ്റിയും ഡോക്കർ സെർവറിനകത്ത് മാനേജ് ചെയ്യാൻ പോകുന്ന സർവീസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡോക്കർ ഡീമോൻ. ഡോക്കർ ഡീമോൻ, ഡോക്കർ ഡീമോൻ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഡോക്കർ ഡീമോൻ ആണ് നമ്മുടെ ഇമേജിനെ പുൾ ചെയ്യാൻ പോകുന്നത്. ഡോക്കർ ഡീമോൻ ആണ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കണ്ടെയ്നറിന്റെ ഈ പറഞ്ഞിരിക്കുന്ന കേർണൽസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാം ഡോക്കർ ഡീമോൻ ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ യൂസർ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്ത് ഇരിക്കുന്ന ആളാണ് ഇവിടുത്തെ യൂസർ എന്ന് വെച്ചോ. ഓക്കെ, മലപ്പുറം. ഓക്കെ, അയാൾ ഇവിടെ എന്ത് ചെയ്തു? മലപ്പുറം. അയാൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ കയ്യില് ഡോക്കർ ഡീമോൻ ഇൻസ്റ്റാൾ ചെയ്തു. ഏതിനകത്ത്? ഉബുണ്ടു എന്ന് പറയുന്ന മെഷീനകത്ത്. ഇത് ഉബുണ്ടു ആണ്. ഡോക്കർ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തു. ഡോക്കർ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോ നമുക്ക് ഇവിടെ വന്നു ഡോക്കർ ഡീമോൻ വന്നു. ഒരു കഥ പോലെ പറയുകയാണെ മനസ്സിലാക്കാൻ വേണ്ടി. ആ സമയത്ത് ഇവിടെ നമുക്ക് കണ്ടെയ്നറോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇമേജസ് വേണോ അല്ലേ? ഡോക്കർ ഇമേജ് വേണം അല്ലേ? അതായത് ഡോക്കർ ഇമേജ് നമുക്ക് എവിടെ നിന്ന് കിട്ടണം? നമ്മുടെ ഡോക്കർ ഹബ്ബിൽ നിന്ന് കിട്ടണം. വേറെ ഒരു ഓപ്ഷൻ. ഇപ്പൊ ഡോക്കർ ഹബ്ബ് മനസ്സിലാക്കിയത് പിന്നെ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അടുത്തടുത്ത റേഞ്ചിൽ പഠിക്കാം. ഓക്കെ, അപ്പം ഇയാൾ ഇവിടെ നിന്നിട്ട് ആ ഡോക്കറിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളൊരു കമാൻഡ് ആണ് ഡോക്കർ പുൾ എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഡോക്കർ പുള്ള്. ഓക്കെ, ഡോക്കർ പുൾ എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഇയാൾ ഇവിടെ നമ്മുടെ മലപ്പുറംകാരൻ എന്ത് ചെയ്തു? ഡോക്കർ പുൾ. ഡോക്കർ അത് നമുക്ക് ചെയ്യാമേ. അത് നമ്മൾ ലാബ് ചെയ്യട്ടോ. നാളത്തെ ക്ലാസ് മുതൽ ഡോക്കർ സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആർക്കിടെക്ചർ പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ഇങ്ങനെയാണ് എന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഡോക്കർ പുൾ കമാൻഡ് ലൈനിൽ ചെയ്യുന്നതാണ്. ഡോക്കർ പുൾ എന്ത് ചെയ്തു? എനിക്ക് ഉബുണ്ടു ആണ് വേണ്ടത്. ഉബുണ്ടു എന്ന് പറയുന്ന ഇമേജ് ആണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ആരെന്ത് ചെയ്തു? നമ്മുടെ മലപ്പുറംകാരൻ എന്ത് ചെയ്തു? പുൾ ചെയ്തു. ഓക്കെ, ഈ സമയം ഈ റിക്വസ്റ്റ് എവിടെയായിരിക്കും വരുന്നത്? നമ്മുടെ ഡോക്കർ ഡീമോയിലായിരിക്കും ഈ റിക്വസ്റ്റ് വരുന്നത്. ഈ വരാണ്ടോ? ഡോക്കർ പുൾ കണ്ടോ? ഡോക്കർ ഡീമോയിലേക്ക് വന്നു. ഡോക്കർ ഡീമോൻ എന്താ ചെയ്യുന്നത്? ഡോക്കർ ഡീമോൻ ആദ്യം ചെയ്യും നമ്മുടെ ഇവിടെ തന്നെ നമുക്കൊരു റെപ്പോസിറ്ററി കാണും. അതായത് ലോക്കലി തന്നെ നമ്മളിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജസ് ഒക്കെ കീപ്പ് ചെയ്തതിന് വേണ്ടി അവൻ ഇവിടെ ഒരു ഫോൾഡർ ഇങ്ങനെ കീപ്പ് ചെയ്യും. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് അതിനെ പറയുന്നത്. രജിസ്റ്റർ എന്ന് പറയും, ലോക്കൽ രജിസ്റ്റർ എന്ന് പറയും. ഈ ഡോക്കർ ഡീമോ നേരെ വന്ന് എവിടെ വന്ന് നോക്കും?
ഈ പറഞ്ഞ Registry. Ubuntu എന്ന് പറയുന്ന ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് ആദ്യം ഇവിടെ വന്നു Local registry. Okay. ആദ്യം ലോക്കൽ രജിസ്ട്രി നോക്കും. സംഭവം ലോക്കൽ രജിസ്ട്രി നോക്കി കഴിയുമ്പോൾ സംഭവം എന്തില്ല, അവിടെ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അവൻ എന്ത് ചെയ്യും എങ്കിൽ അവൻ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ ഡോക്കർ സെർവറിനകത്ത് പബ്ലിക് രജിസ്ട്രി വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവൻ ചെക്ക് ചെയ്യും. കാര്യം മനസ്സിലാകുന്നുണ്ടോ? Okay. പബ്ലിക് രജിസ്ട്രി എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ട് ഇമേജ് വെച്ചിരിക്കുന്ന ഏതെങ്കിലും രജിസ്ട്രി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ. കാര്യം മനസ്സിലായോ? പബ്ലിക് രജിസ്ട്രി ആണ് ഞാൻ പറഞ്ഞത്. ഡോക്കർ ഹബ് ഉണ്ട്, നെക്സസ് ഉണ്ട്, ഇങ്ങനെ പറയുക. അഷൂറിന്റെ തന്നെ ACR ഉണ്ട്, ECR ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അവിടെ വരാൻ പറയാം. ഏതെങ്കിലും പബ്ലിക് രജിസ്ട്രി ഉണ്ടോ എന്ന് അവൻ ചോദിക്കും. ബൈ ഡിഫാൾട്ട് ആയിട്ട് വരുമ്പോൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു പബ്ലിക് രജിസ്ട്രി ആയിട്ട് ഡോക്കർ ഹബ് എന്താവും, രജിസ്റ്റർ ആവും. ഡോക്കർ ഹബ് ആക്ട് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തന്നെ സർവീസ് ആണല്ലോ. അവന്റെ തന്നെ സർവീസ് ആണ്, പബ്ലിക് റെപ്പോ കൊടുക്കണമല്ലോ. ഈ ഡോക്കർ ഹബിനെ നമുക്ക് മാറ്റാം. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഡോക്കർ ഹബിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടേതായുള്ള റെപ്പോകൾ കൊണ്ടുവരാം. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് മതി, ഡോക്കർ ഹബ് മതി. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇവൻ നേരെ എങ്ങോട്ട് വരും, നേരെ നമ്മളെ ഡോക്കർ ഹബിലോട്ട് വന്ന് നോക്കാൻ പറയും. കാര്യം മനസ്സിലായോ? ഇവ നേരെ രജിസ്ട്രി, പബ്ലിക് രജിസ്ട്രിയിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അവ നേരെ റിക്വസ്റ്റ് എവിടെ വരും, ഡോക്കർ ഹബിൽ വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഡോക്കർ പുൾ എന്ന് പറയുന്ന റിക്വസ്റ്റ് ആദ്യം വന്നപ്പോ അവൻ എവിടെ വന്നു, അവൻ ലോക്കൽ രജിസ്ട്രിയിൽ വന്ന് നോക്കി. ലോക്കൽ രജിസ്ട്രിയിൽ ഉബുണ്ടു എന്ന് പറയുന്ന ഇമേജ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് റിക്വസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അത് മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ടൈം. ഓക്കെ, ഇല്ല. അവൻ എന്ത് ചെയ്തു, ആ റിക്വസ്റ്റിന് നേരെ അവൻ എങ്ങോട്ട് വിട്ടു, പബ്ലിക് രജിസ്ട്രിയിലോട്ട് വിട്ടു. ഓക്കെ, അതായത് ഈ ഡോക്കർ പുൾ ഉബുണ്ടു എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ഡോക്കർ ഡീമോൺ കൺസിഡർ ചെയ്യുന്നത് ആസ് എ ക്ലയന്റ് ആയിട്ടാണ്. ആസ് എ ക്ലയന്റ് ടെർമിനൽ ആയിട്ടാണ് അവൻ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ വേറെ സെർവർ ഒന്നും അല്ല, സെൽഫ് മെഷീൻ, ഒരേ മെഷീൻ തന്നെയാണ്. അതായത് ഈ റിക്വസ്റ്റ് ആരാണോ പാസ് ചെയ്യിക്കുന്നത് ആ ടെർമിനലിനെ, നമുക്ക് ഈ ടെർമിനൽ നമുക്ക് എന്തെന്ന് പറയാം, നമ്മളെ ക്ലയന്റ് എന്ന് പറയാം. നമ്മളെ സർവറിന്റെ ഷെല്ലാണിത്. അവരെ കൺസെപ്റ്റിൽ അതെന്താണ്, അവരെ ക്ലയന്റ് ആണ്. ഒറ്റ മെഷീനിലുള്ള ഡോക്കർ ഹോസ്റ്റ്, ഡോക്കർ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ മെഷീന് നമുക്ക് എന്തെന്ന് പറയാം, ഡോക്കർ ഹോസ്റ്റ് എന്ന് പറയാം. ഹോസ്റ്റ് എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? ഡോക്കർ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവിടെ നമുക്ക് എന്തെന്ന് പറയാം, അവനെ ഡോക്കർ ഹോസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പം ആ ഡോക്കർ ഹോസ്റ്റ് ചെയ്യുന്ന ആരാണോ റിക്വസ്റ്റ് പാസ് ചെയ്യിക്കുന്നത്, അതായത് ഫുള്ളായാലും കൊള്ളാം, റണ്ണായാലും കൊള്ളാം, ബിൽഡ് ആയാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, ഇത് പാസ് ചെയ്യിക്കുന്ന ആൾ ആരാണോ അയാളെ നമുക്ക് ഡോക്കർ ക്ലയന്റ് എന്ന് പറയാം. ആ ക്ലയന്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഡോക്കർ ഡീമോൺ എന്ന് പറയുന്നത്. അതായത് ഈ ക്ലയന്റിൽ നിന്നിട്ടാണ് നമ്മളൊരു ബിൽഡ് ചെയ്യാനും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായാലും, ബിൽഡ് എന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ബിൽഡ് ചെയ്യാൻ ഒരു കസ്റ്റം ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായാലും, നമ്മൾ ഇമേജിനെ പുൾ ചെയ്യാനായാലും, കണ്ടെയ്നർ ആക്കി റൺ ചെയ്യാനായാലും, എല്ലാ കാര്യങ്ങളും നമ്മൾ കമാൻഡുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രൂ ഏത് വഴിയായിരിക്കും, ഡോക്കർ ക്ലയന്റ് വഴിയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഡോക്കർ ക്ലയന്റ് വഴിയായിരിക്കും. അപ്പൊ ഈ ഡോക്കർ ക്ലയന്റ് നമ്മൾ വരുന്ന റിക്വസ്റ്റ് ഡോക്കർ ഡീമോൺ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് സർവീസ് ഒക്കെ ഉണ്ട്, ഡോക്കർ ഡീമോൺ സർവീസ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അയാളാണ് തീരുമാനിക്കുന്നത് ആ ഇമേജ്, നമ്മൾ ഇമേജ് ആണ് പറഞ്ഞത്, ആ ഇമേജ് അവിടെ ഉണ്ടോ ഇല്ലയോ, അതോ പബ്ലിക് രജിസ്ട്രിയിൽ പോകണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളാരാണ്, നമ്മളെ ഡോക്കർ ഡീമോൺ ആണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈം വന്നപ്പോ ഡോക്കർ ഉബുണ്ടു എന്ന് പറഞ്ഞ ഇമേജ് ഇവിടെ ഇല്ല, അതുകൊണ്ട് നേരെ ഡോക്കർ ഹബിൽ പോയി, നേരെ നമ്മുടെ പബ്ലിക് രജിസ്ട്രി വന്നു, ആ ഇമേജിനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തരുന്നു. ഓക്കെ, ആ സമയത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ എന്തായി കഴിഞ്ഞു, നമ്മുടെ ഇമേജ്, അതായത് ഡോക്കർ നമ്മുടെ ഉബുണ്ടു എന്ന് പറയുന്ന ഇമേജ് എവിടെ ആയി കഴിഞ്ഞു, ഇവിടെ ആയി കഴിഞ്ഞു അല്ലെ, നമ്മുടെ ലോക്കൽ റെപ്പോയിൽ വന്നു കഴിഞ്ഞു. ശരിയല്ലേ? ലോക്കൽ റെപ്പോയിൽ ആ ഇമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ടൈമും നമ്മുടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആറ് ഡോക്കർ ക്ലയന്റ് എന്ത് ചെയ്യാണ്, വീണ്ടും ഉബുണ്ടു എന്ന് പറയുന്ന ഇമേജ് പുൾ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ആ പുൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവൻ നേരെ വരും, ലോക്കൽ റെപ്പോയിൽ വരും. ഓക്കെ, അപ്പൊ ലോക്കൽ റെപ്പോയിൽ ഓൾറെഡി ഉബുണ്ടു ഇമേജ് ഉണ്ടെങ്കിൽ അവൻ പബ്ലിക് റെപ്പോയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവൻ എവിടെ നിന്ന് എടുക്കും, ലോക്കൽ റെപ്പോയിൽ തന്നെ അവൻ എന്ത് കൊടുക്കും, ആ ഇമേജ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും, ഡോക്കർ ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ പറയാണ് ആ ഡോക്കർ ഇമേജ്, അതായത് ഡോക്കർ ഉബുണ്ടു എന്ന് പറയുന്ന ഇമേജ് വെച്ചിട്ട് എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ അങ്ങനെ തന്നെ കമാൻഡ് നമ്മൾ പഠിപ്പിക്കാം. ഓക്കെ, ആ ഇമേജ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും, ഇമേജ് അവൻ ഇവിടെ വന്ന് ലോക്കൽ രജിസ്ട്രിയിൽ വന്ന് എടുത്തിട്ട് അവൻ എന്ത് ചെയ്യും, നമുക്ക് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് തരും.
ഈ പറഞ്ഞ ഫങ്ഷണാലിറ്റികൾ കംപ്ലീറ്റും ഹാൻഡിൽ ചെയ്യുന്ന ആളാരാണ്? ഡോക്കർ ഡീമോൻ ആണ്. ഡോക്കർ ഡീമോൻ ഇല്ലാത്ത ഒരു കളിയും നമുക്ക് എവിടെ ഇല്ല. നമുക്ക് ഡോക്കർ സെർവർ അതായത് ഡോക്കർ എവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അവിടെ വരുന്ന കോർ സർവീസ് ആണ് ആരെന്ന് പറയുന്നത്? ഡോക്കർ ഡീമോൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഇതിന്റെ വർക്കിംഗ് സ്റ്റൈൽ മനസ്സിലായോ? അതായത് ഡോക്കർ ഡീമോൻ ഇല്ലാതെ ഒരു ക്ലയന്റും പറ്റത്തില്ല. എവിടെയാണോ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ മെഷീൻ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡോക്കർ ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ നമുക്ക് ഇതിന്റെ നോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്കറിന്റെ ആർക്കിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇതാണ്ടോ, ദ ഡോക്കർ ഡീമോൻ ലിസൺ ദ ഡോക്കർ API. ഈ വരുന്ന റിക്വസ്റ്റുകൾ API റിക്വസ്റ്റുകളാണ് കേട്ടോ. API റിക്വസ്റ്റ് ആൻഡ് മാനേജ് ഡോക്കർ ഒബ്ജക്ട്സ്, ഇമേജസ്, കണ്ടെയ്നർ ആകാം, നെറ്റ്വർക്ക് ആകാം, വോളിയം ആകാം. A Docker daemon can also communicate with other daemons to manage Docker services. അടുത്ത ഏരിയ ആണ് കേട്ടോ. ഡീമോന്റെ അടുത്ത ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്കർ ഡീമോൻ ഇപ്പൊ നമ്മളിൽ ഒരു ഡോക്കർ സെർവർ ഉണ്ട്. ഓക്കെ, ഇത് ഒരു ഡോക്കർ ഡീമോനാണ്, ഒരു ഡോക്കർ ഉണ്ട്. എനിക്ക് അതേപോലെ തന്നെ എന്റെ എൻവയോൺമെന്റിൽ ഇത് ക്ലസ്റ്ററിങ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. നമുക്ക് ഇതേപോലെ സെയിം ഒരു ഡോക്കർ സെർവർ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഡോക്കർ ഡീമോൻ ഇരിപ്പുണ്ട്. ആരാണ്? ഒരു ഡോക്കർ ഡീമോൻ ഇരിപ്പുണ്ട്. ഓക്കെ, എന്റെ പോർട്ടൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഡോക്കർ ഡീമോൻ സൈലന്റ് ആണെന്ന് കേട്ടോ. ഡോക്കർ ഡീമോൻ. അപ്പൊ ഈ രണ്ട് ഡോക്കർ ഡീമോനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതും ആര് തന്നെയാണ്? ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആൾ ആര് തന്നെയാണ്? ഈ ഡോക്കർ ഡീമോൻ തന്നെയാണ്. അതായത് അപ്പൊ നമ്മൾ ക്ലസ്റ്ററിങ് വരുമ്പോൾ നമ്മളിൽ മൾട്ടിപ്പിൾ ഡോക്കർ സെർവേഴ്സുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരും ആര് തന്നെയാണ്? ഡോക്കർ ഡീമോൻ. അതാണ് ഈ സെൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? എ ഡീമോൻ can also communicate with other daemon to manage Docker service. മനസ്സിലായോ? ഓക്കെ, അത് ഡോക്കർ ക്ലയന്റ് പറയുന്നത് എങ്ങനെയുണ്ടോ? എ ഡോക്കർ ക്ലയന്റ് ഈസ് എ പ്രൈമറി വേ. ഇറ്റ്സ് എ പ്രൈമറി വേ that many Docker users interact with Docker. നമ്മളെ നമ്മളെ ഡോക്കറിന്റെ സർവീസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്തെന്ന് പറയാം? ഡോക്കർ ക്ലയന്റ് എന്ന് പറയാം. Okay, when you use command such as docker run, the client send these commands to Docker with the carries them out. The Docker command use the Docker API. The Docker client can communicate with more than one daemon. ടെർമിനലിന് പറയുന്ന പേരാണ് അല്ലേ? ടെർമിനൽ പറയുന്നത് നമ്മളിപ്പോ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടെർമിനൽ ക്ലയന്റ് എന്നാ പറയുന്നത്. അവർ ഇന്റേണലി ഇങ്ങനെയാണ് നമ്മൾ ആർക്കിടെക്ചർ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ പോയി ജസ്റ്റ് ഡോക്കർ പുള്ളൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇമേജ് കിട്ടുന്നു. അത് എവിടെ നിന്നാണ് അറിയണ്ടേ? ഇവർ ഇന്റേണൽ എങ്ങനെ നമ്മൾ അറിയണ്ടേ? അതാണ് പറഞ്ഞത്. നമുക്ക് ആർക്കിടെക്ചർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ആർക്കിടെക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഡോക്കർ പുള്ളൊക്കെ അടിക്കുമ്പോൾ ചുമ്മാ ഇത് വർക്ക് ചെയ്യും. ഇത് ബാക്കെൻഡിൽ വർക്ക് ചെയ്തത് ഇങ്ങനെയാണെന്ന് ആരറിഞ്ഞിരിക്കണം? നമ്മുടെ ഷൈർ അറിഞ്ഞിരിക്കണം. പാടാണ്. ക്ലിയർ. ഇതിനേക്കാളും വലിയ ആർക്കിടെക്ചർ ആണ് നമുക്ക് ഡോക്യുമെന്റ്സ് വരുന്നത് കേട്ടോ. അത് പിന്നെ പഠിക്കാം. ഡോക്കർ ഇത് മനസ്സിലാക്കി അതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഡോക്കർ രജിസ്ട്രി നോക്കിയേ. എ ഡോക്കർ രജിസ്ട്രി സ്റ്റോർ ഡോക്കർ ഇമേജസ്. കണ്ടോ, ഡോക്കർ ഇമേജസ് സേവ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഡോക്കർ ഇമേജസ് എന്ന് പറയുന്നത്. കണ്ടോ, ഡോക്കർ ഹബ് ഈസ് എ പബ്ലിക് രജിസ്ട്രി. ഇതെന്താണ് പബ്ലിക് രജിസ്ട്രി? അതാണ് പറഞ്ഞത്. പബ്ലിക് രജിസ്ട്രി ഉണ്ട്, പ്രൈവറ്റ് രജിസ്ട്രി ഉണ്ട്. പബ്ലിക് രജിസ്ട്രി എന്ന് പറഞ്ഞാൽ എനിവൺ ക്യാൻ യൂസസ് അല്ലെ? ആർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോ പബ്ലിക് രജിസ്ട്രി ആർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചൂടെ? ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡോക്കർ ഈസ് എ കോൺഫിഗർ ലുക്ക് ഫോർ എ ഇമേജസ് ഓൺ ഡോക്കർ ഹബ് ബൈ ഡിഫാൾട്ട്. ബൈ ഡിഫാൾട്ട് ആയിട്ട് നമ്മൾ ഡോക്കർ ഹബ് തന്നെയാണ് ഇതിൽ കണക്ട് ആയി കിടക്കുന്നത്. കണ്ടോ, യു ക്യാൻ ഇവൻ റൺ യുവർ ഓൺ പ്രൈവറ്റ് രജിസ്ട്രി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് രജിസ്ട്രികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡോക്കർ സെർവേഴ്സിൽ കണക്ട് ചെയ്യാം. അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അഷൂറുമായിട്ട് കണക്ട് ചെയ്യാം, AWSന്റെ ECRുമായിട്ട് കണക്ട് ചെയ്യാം, നെക്സസുമായിട്ട് കണക്ട് ചെയ്യാം, JFrogുമായിട്ട് കണക്ട് ചെയ്യാം, ജിറ്റ്ഹബ് പാക്കേജസുമായിട്ട് കണക്ട് ചെയ്യാം. ആരുമായിട്ട് വേണമെങ്കിലും നമ്മളെ രജിസ്ട്രി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണക്ട് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? When you use the Docker pull or Docker run commands, the required images are pulled from your configured registry.